ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. നമ്മളെ കുട്ടിക്ക് ഇന്ന് സുഖല്ല, ചെറിയൊരു പനിയുണ്ട്. അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു ആവിയിൽ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അത് ഒരു എണ്ണ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ഒരു മസാല മീറ്റ് കേക്ക്, അതാണ് ഞങ്ങൾ അന്നത്തെ എപ്പിസോഡ്. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങള് മുഴുവനായിട്ടും കാണണം. ഇത് റേഷൻ കടയിലെ പച്ചരിയാണ്. ഒരു 3 ഗ്ലാസ്സാണ് ഞാൻ ഇടുന്നത്. ശരിക്കും ഇതിന് നല്ല ബസുമതി റൈസാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ബസുമതി റൈസ് ഇപ്പം ഇല്ലാത്തത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഇട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കുക. ഇതിൽ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴുകി കളഞ്ഞ് ഈ കുതിർക്കാനുള്ള വെള്ളം ഞാൻ ഒഴിച്ച് വെക്കുകയാണ്. ഇത് ഫുള്ളാക്കി ഒഴിച്ചിട്ട് അതങ്ങോട്ട് അടച്ചു വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ട എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 കോഴിമുട്ട, 1 കപ്പ് തേങ്ങ, പിന്നെ ഉപ്പ് പാകത്തിന്. ഇതിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഉള്ളിത്തണ്ടാണ്. അതൊരു പ്ലേറ്റ്, 2 വലിയ ഉള്ളിയും മല്ലിച്ചപ്പും. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഇനി മിക്സിയിൽ അരക്കാൻ പോവുകയാണ്. ശരിക്കും ഇതിന് വേണ്ടത് ബസുമതി റൈസാണ്. ബസുമതി റൈസ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അരി പിന്നെ അരക്കുന്ന സമയത്ത് ചെറിയ ജീരകവും കുരുമുളക് പൊടിയും ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. 1 കോഴിമുട്ടയും, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണും, പിന്നെ ചെറിയ ജീരകം 1/2 സ്പൂണും, 1 കപ്പ് തേങ്ങയാണ് ഇട്ടിട്ടുള്ളത്. അധികം ഇതിൻ്റെ അരവ് വളരെ പ്രധാനമാണ്. അരവ് കൊളായി കഴിഞ്ഞാൽ ആകെ കൊളായി പോകും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് അരച്ച് വെക്കുക. ഇതെന്തായാലും ചുരുങ്ങിയത് 1 മണിക്കൂർ അവിടെ കിടക്കണം. ഇനി ഇതിനൊരു ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റോസ് വാട്ടർ ഉണ്ട്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഈ റോസ് വാട്ടറിൻ്റെ എസൻസാണ്. ഒരു ഡ്രോപ്പ് ഞാൻ ഇതിലേക്കൊരു സ്പൂണിലേക്ക്, വലിയ ടേബിൾ സ്പൂണിലേക്ക് ആക്കിയിട്ട് അതേ മാവിനെ കൊണ്ട് വെള്ളം കൂട്ടരുത്, ഇതേ മാവനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ശരിക്കും ഇട്ട് വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ സ്മെല്ല്, നമ്മളെ ബസുമതി റൈസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ കിട്ടും. അതിന് വേണ്ടി ചെയ്യണം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു നല്ല സ്മെല്ല് കിട്ടും അതിന്. അപ്പോൾ ഇതവിടെ അരച്ച് വെക്കുക. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം. ഇത് നമ്മൾ ബീഫ് വേവിച്ചതാണ്. ഞാൻ ബീഫ് 1/2 കിലോ ബീഫുണ്ട്. മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടതാണ്. അത് വെന്ത് കഴിഞ്ഞാൽ അതിനൊന്ന് ഫ്രൈ ആണ്. ചീനച്ചട്ടിയിലാണിത് ഫ്രൈ ചെയ്യുന്നത്. ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഫ്രൈ ചെയ്തിട്ട് അത് മിക്സിയിൽ പിന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ വാർന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച ബീഫ്, സ്വല്പം ബീഫിൻ്റെ വെള്ളം ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വെള്ളം വറ്റിക്കുക. ഇപ്പോൾ സംഭവം ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണ കളയണ്ട. ഇതിലുള്ള എണ്ണ നമുക്ക് ഉള്ളിയൊക്കെ പിന്നെ വാട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് തണുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് മിക്സിയിൽ പൊടിക്കേണ്ടത്. അതുകൊണ്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം പൊടിക്കണം. പൊടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ മസാല മിക്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് പൊടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ചിക്കൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചീനച്ചട്ടി. അതിൽ സ്വല്പം കൂടി ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഇതേപോലെ അത്യാവശ്യം കുറച്ചൊന്ന് മൂത്ത് വരണം. അതിലേക്ക് ഉപ്പ് ഒരാവശ്യത്തിനിടുക, ഒരു സ്വല്പം മാത്രം, കാരണം ബീഫിൽ ഓൾറെഡി ഉപ്പിട്ട് ഉപയോഗിച്ചാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂണാണിത്. ഇത് 1/2 സ്പൂണ് പച്ചമുളക് അരച്ചതാണ്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യട്ടോ. ഒരു 1/2 സ്പൂണ് ഗരം മസാലേൻ്റെ പൊടി. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി. എരിവിന് വേണം കൂട്ടണേന് നിങ്ങൾ കുരുമുളക് പൊടി കൂട്ടാം. ഇതിൽ നമുക്ക് ആ ഗാർലിക്കിൻ്റെ ഒരു തണ്ടുണ്ട് ഇപ്പോൾ കിട്ടുന്ന മാർക്കറ്റിൽ. അതില്ലെങ്കിൽ നിർബന്ധം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതും അതിലേക്ക് ഇടുക. അതിന് ശേഷം വാടി വന്ന ശേഷം നമ്മുടെ ബീഫ് മിക്സിയിൽ അരച്ചത് അതിലേക്ക് ഇടുക. നല്ലോണം അങ്ങോട്ട് ആക്കുക. ശരിക്കും അങ്ങോട്ട് എല്ലാ ഭാഗവും മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് മല്ലിയില ഇടുക. എന്നിട്ട് അങ്ങോട്ട് അടുപ്പ് ഓഫാക്കിയിട്ട് പുറത്തേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കുക. ഇപ്പോൾ അത് ചീനച്ചട്ടി ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്.
നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ഈ സമയം ഇത് കഴിക്കാൻ. അപ്പോൾ അതേ പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറണം. ഈ സമയത്ത് നമ്മുടെ വെള്ളം ഇഡ്ഡലി തട്ടിൽ വേവിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊരു 4 പാർട്ടാക്കി വെക്കുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് ഒരു ലെയറായിട്ടാണ് നമുക്ക് ഇതിടേണ്ടത്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പാർട്ടാക്കി വെച്ചതാണ്. 4 പാർട്ട് ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്ത് അലൂമിനിയത്തിൻ്റെ കേക്ക് പാത്രമല്ല, അതിപ്പോൾ ഒരു വലിയൊരു ടിഫിൻ കാരിയറിൻ്റെ ഒരു പാത്രമാണ്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് സൈഡിൽ കംപ്ലീറ്റ് തേച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ പാത്രം, ആവിപ്പാത്രം. ഇതിൽ ഫുള്ള് വെള്ളം വെക്കണം. അത്യാവശ്യം നമുക്കൊരു അരമണിക്കൂറിന് മുകളിൽ വെള്ളം അതിൽ വെക്കേണ്ടതാണ് തിളച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതേ ലെവലിൽ വെള്ളം അങ്ങോട്ടേക്ക് പാരുക, എന്നിട്ട് അവിടെ കത്തിക്കുക. ഇതാണ് തട്ട്. അതിലിങ്ങനെ വെച്ചിട്ട് പിന്നെ ഇതിനടക്കേണ്ട ഒരു മെയിൻ അടപ്പ് മാത്രം വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ മാവ് ഒഴിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പാത്രത്തിലേക്ക് സ്വല്പം ഒഴിക്കുക, ഒരു ലെയർ മാത്രം. അത് ചിലപ്പോൾ ആകുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കും, അത് പ്രശ്നമില്ല. ചില സമയത്ത് വിട്ടുപോരും ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്വല്പം ഇതിലേക്ക് നയിക്കുക, ഇത്ര മാത്രം മതി. എന്നിട്ട് ആവിപാത്രത്തിലേക്ക് അത് വെക്കുക. നേരെ ഒരു 2 മിനിറ്റ് അത് അടച്ചു വെക്കുക. അതൊന്നുകൊണ്ട് സെറ്റായി വരണം ഒരു സ്വല്പം. ഇനി നമുക്ക് മസാല ഇടുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ആ 4 പാർട്ടിലെ ഒരു പാർട്ട് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ബീഫിൻ്റെ. ചിക്കൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, ബീഫ് ഉപയോഗിക്കാത്തവർക്ക് ചിക്കൻ ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് മാവ് ഒഴിക്കുക. ശേഷം വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ട് മസാല ഇതേപോലെ എല്ലാ ഭാഗത്തും വെക്കുക. ഹൈറ്റ് കുറക്കുകയാണ് നല്ലത്, ഹൈറ്റ് കൂട്ടാതിരിക്കാം. പക്ഷേ എനിക്ക് ടൈമും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റന്ന് സിംഗിളാണ് ഉണ്ടാക്കുന്നത്. ഹൈറ്റ് കുറച്ചുണ്ടാക്കിയാൽ അതാണ് നല്ലത്. വീണ്ടും മസാല മാവ് അതിലുള്ളിലേക്ക് വയ്ക്കുക. വീണ്ടും നമ്മളുടെ മസാല അതിലേക്ക് ഇങ്ങനെ ഇടുക. ഏറ്റവും ടോപ്പിൽ വരുന്ന സമയത്ത് അധികം മാവ് ഒഴിക്കരുത്, ഇങ്ങനെ സ്വല്പം ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗത്തും വെക്കുക മസാല. ഇതിങ്ങനെ പൊടിച്ചാലുള്ള മസാല കൂടുതലുണ്ടാക്കുക. പൊടിച്ചിട്ടില്ലെങ്കിൽ പീസ് ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിക്കുക. വീണ്ടും ഇതുപോലെ മസാല വെക്കുക. അപ്പോൾ ഏകദേശം എൻ്റെ ഫുള്ളായിക്കുന്നത്. വീണ്ടും നമ്മുടെ മാവ് സ്വല്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിടുക. കുറച്ചും കൂടി ഇടുക. ഇതിൻ്റെ ഒരു ഇഞ്ച് കനത്തിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് എപ്പോഴും. ഇനി ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. ഒരു ഈർക്കിൾ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ നമ്മൾ മാവൊന്നും പിടിക്കണില്ലെങ്കിൽ സംഭവം ഓക്കെയാണ്. ഇനി അത് പുറത്തേക്ക് എടുത്ത് വെക്കുക. കൈ പൊള്ളുന്നത് ശ്രദ്ധിക്കണം. ഇനി ഇത് ആറിയിട്ട് വേണം ഇത് നമുക്ക് കൊട്ടാനുള്ളത്. അതിന് കമഴ്ത്തണം നമുക്കിത്, അപ്പോഴാണ് ഇത് പോരുക. അതിൻ്റെ മുമ്പ് നമുക്കിത് എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഒന്നിങ്ങനെ ടേബിൾ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടോ ഒന്നിങ്ങനെ റെഡിയാക്കി വെക്കണം. ഒന്ന് ചൂടാറ്റി കഴിഞ്ഞാൽ ശരിയാവും. ഇതുപോലെ സൈഡ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കംപ്ലീറ്റ് മൊത്തം. അപ്പോൾ ചില സമയത്ത് ഞാൻ ലാസ്റ്റ് അടിയിൽ വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് മാവ് ചിലപ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും, ചിലപ്പോൾ അത് പോരും ചെയ്യും. അത് നമ്മൾ ഓരോരുത്തരുടെ യോഗം പോലെ വരും. ഇതിപ്പോൾ ഞാൻ കമഴ്ത്താണ്, ഒറ്റയടി കമഴ്ത്താണ്. അപ്പോൾ സംഭവം ഇനി എല്ലാം ഒന്ന് മുട്ടി കൊടുത്താൽ മതി. അപ്പോൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ലെയർ നമ്മുടെ പാത്രത്തിൽ തന്നെ ഉണ്ട്. ഇതാണ് ആ ലെയർ, കണ്ടല്ലേ. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കണ്ടല്ലേ. ഇതാണ് സംഭവം. കുറച്ച് കനം കൂടുതലാണ്ടല്ലേ, ഇതേപോലെ ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ കട്ട് ചെയ്യുക. ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ പൊളിഞ്ഞു പോരും, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഹൈറ്റ് കുറച്ചുണ്ടാക്കിയാൽ അതായിരിക്കും സൗകര്യം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.